കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ ആരോഗ്യരംഗത്ത് സമീപഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും. അതിന് കാരണം മൂലധന ശക്തികളുടെ ആധിപത്യം നമ്മുടെ സ്വകാര്യ മേഖല ഏതാണ്ട് പിടിമുറുക്കിയതുപോലെയാണ്. പണം മുടക്കിയവൻ എന്തായിരുന്നാലും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കും ഉദ്ദേശം. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതിയിൽ ഇത്രയും സാമൂഹികമായിട്ടും സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ജനങ്ങളുടെ ആ പ്രത്യേക സ്വഭാവം തന്നെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് മൂലധന ശക്തികൾ, അതായത് സ്വകാര്യ മേഖലയിൽ പണമിറക്കിയ ശക്തികൾ പരമാവധി നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പല രംഗങ്ങളിലും അത് ബാധിക്കുകയും ചെയ്യും. സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊതുമേഖലയും, അതായത് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ ആരോഗ്യരംഗത്ത് ചെയ്യുന്ന സേവനപരമായ കാര്യങ്ങളെ അതിൻ്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുത്താൽ മാത്രമേ സ്വകാര്യ മേഖലയ്ക്ക് ആ രംഗത്തേക്ക് കടന്നു കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന പല അനഭിമതമായ പ്രവണതകളും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം, നമ്മുടെ പൊതുമേഖല സർക്കാർ സംവിധാനങ്ങളായ മെഡിക്കൽ രംഗത്തുള്ള സ്ഥാപനങ്ങൾ വളരെയധികം കെടുകാര്യസ്ഥപരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു ധാരണ നമ്മുടെ പൊതുരംഗത്ത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്വകാര്യ മൂലധന ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി തന്നെയാണ്. ഒരിക്കലും നമുക്ക് സ്വകാര്യ മേഖല ഒഴിവാക്കി ആധുനിക വൈദ്യശാസ്ത്ര രംഗം മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ സ്വകാര്യ മേഖലയുടെ അമിതമായ ആർത്തി നമ്മളുടെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിനെ അവതാളത്തിലാക്കും എന്നുള്ളത് ഒരു വളരെ ശ്രദ്ധയോടെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു.